ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇന്ന് നമ്മൾ യെല്ലോ കുർത്തിയിൽ സിമ്പിളായിട്ട് നമ്മൾ ഗെറ്റ് റെഡി ചെയ്യാൻ പോവാണ്. നമ്മൾ ബേസിക് ആയിട്ട് ഒരു നോർമൽ സ്കിൻ കെയറിൽ സ്റ്റാർട്ട് ചെയ്യാം. മോയ്സ്ചറൈസർ തുടങ്ങാം. എൻ്റെ സ്കിൻ ഇപ്പോൾ ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പം മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ഏതൊക്കെയാണ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കൊടുത്തേക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ക്യാരിങ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആണ് സ്കിന്ന്. അപ്പം ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. പിമ്പിൾസ് ഒന്നും തന്നെ വരുന്നില്ല. ഒരു അടിപൊളി മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് യൂസ് ചെയ്യുമ്പം ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് ബെറ്റർ ഓപ്ഷൻ ആയിട്ടുള്ള നല്ല അടിപൊളി മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എൻ്റെ ഫേവറേറ്റ് എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയാം ഞാൻ ഏത് മോയ്സ്ചറൈസറാണ് അല്ലെങ്കിൽ ഏത് സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. മോയ്സ്ചറൈസർ ചേഞ്ച് ചെയ്താലും എൻ്റെ സൺസ്ക്രീൻ ഞാൻ ചേഞ്ച് ചെയ്യത്തില്ല. യുവിഡോക്സിൻ്റെ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇത് ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഒട്ടും തന്നെ ഒരു വൈറ്റ് അടിച്ച പോലത്തെ ഫീലിങ്സ് ഇല്ലാതെ ഒരു നാച്ചുറൽ ലുക്ക് തരുന്ന ഒരു അടിപൊളി സൺസ്ക്രീൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കാറ്. അപ്പോൾ സൺസ്ക്രീനിൻ്റെ പുറമെ തന്നെ ചെറിയ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒലയുടെ ക്രീമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഒലയുടെ ക്രീം അടിപൊളിയായിട്ട് സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടൊക്കെ നിൽക്കാനായിട്ടൊക്കെ നല്ല കേട്ടോ. കുറച്ചൊരു ഗ്ലോ ലുക്ക് തരാൻ വേണ്ടിയിട്ട് ഒലയുടെ വൈറ്റ് കളറിലുള്ള ഒരു ക്രീം ഉണ്ട്. അത് വാങ്ങുക, വൈറ്റ് ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ക്രീം. ആക്ച്വലി അതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കറക്റ്റ് ഏതാന്നുള്ളത്. അതിനുശേഷം നമ്മുടെ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ്. ചെറുതായിട്ടൊന്ന് ഒന്ന് വരച്ചു കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ആദ്യം തന്നെ ബ്രഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് അങ്ങോട്ട് വരച്ച് കൊടുക്കാറില്ല. ഒരു ചെറിയ രീതിയിൽ മാത്രമേ ഞാൻ വരച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. അത്യാവശ്യത്തിന് വേണ്ടി മാത്രം. ഓവറാക്കി കഴിഞ്ഞാൽ നമ്മൾ കഥകളി പോലെ ഇരിക്കും. ചിലപ്പോൾ നമുക്ക് ക്യാമറയിൽ മനസ്സിലായില്ലെങ്കിലും പുറത്ത് പോകുമ്പോഴായിരിക്കും അത് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ലൈറ്റായിട്ട് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഓവർ ആവാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് തൂത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തൂത്ത് കൊടുക്കാൻ മീൻസ് മനസ്സിലായോ? നമ്മളത് കുറച്ച് മായ്ച്ചു കൊടുക്കുന്നുണ്ട്. പല ഭാഷകളും സ്ലാങ്ങുകളൊക്കെ കയറി വരും. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഐലൈനർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു സൂപ്പർ ഐലൈനറാണ്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. ഞാൻ ഇത്രയും കാലം ലാക്മേയുടെയോ അല്ലെങ്കിൽ നമ്മുടെ ഡാക്സ്ലറിൻ്റെയോ ഐലൈനർ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം എന്ന് വെച്ചിട്ടാണ് ഞാനൊരു പുതിയ ഐലൈനർ ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. മേബലിൻ്റെ ഐലൈനറാണ് ഞാനിപ്പോൾ എടുത്ത് വരച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. അതേപോലെ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ പൊട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഈ ലാക്മേയുടെ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പൊട്ടിട്ട് കൊടുത്ത് കഴിയുമ്പോഴേക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും ആ പൊട്ട് ഡള്ളായിട്ട് മാഞ്ഞു പോകുന്ന പോലെ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഇത് വെച്ചിട്ട് തന്നെ പൊട്ടിട്ട് കൊടുക്കുന്നത്. അത് ലോങ് ആയിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. അത് കുളിച്ച് നമ്മൾ സോപ്പിട്ട് മുഖം കഴുകിയാലും ശരി, ഫേസ് വാഷ് ഇട്ട് കഴുകിയാലും ഞാൻ ചിലപ്പോൾ അത് അവിടെ തന്നെ ഉണ്ടാവും. അപ്പം ഞാൻ എണ്ണയൊക്കെ തേച്ചിട്ടാണ് അത് റിമൂവ് ചെയ്യാറ്. അത്രയും ലോങ് ലാസ്റ്റിംഗ് ആണ്. മെബിലിൻ്റെ തന്നെ നമ്മൾ ഐബ്രോ അല്ലല്ലോ, മറ്റേ മെബിലിൻ്റെ മറ്റേ എന്താ അതിൻ്റെ പേര് കിട്ടുന്നില്ല, മസ്കാര എടുത്തിട്ട് ഞാൻ എൻ്റെ ഐലാഷൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തൊണ്ടയ്ക്ക് പെട്ടെന്നൊരു കരകരപ്പൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നില്ല. അതിനിടയ്ക്കാണെങ്കിൽ എൻ്റെ മുതുക്ക് കെട്ടിയാൻ വന്നിട്ട് കഷ്ടപ്പെട്ട ഐലൈനർ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് സമയമില്ലാത്തത് ഗെറ്റ് റെഡി വീഡിയോ എടുക്കുന്നത്. അതിനിടയ്ക്കാണ് അങ്ങേര് വന്നിട്ട് ഭയങ്കര സ്റ്റൈലാക്കിയിട്ട് തോർത്ത് വെച്ചിട്ട് ഒറ്റ തള്ള് എഴുതാ കിടക്കുന്ന ഞാൻ എഴുതിയ ഐലൈനറൊക്കെ എൻ്റെ മൂക്കിൽ വന്ന് പരന്ന് കിടന്ന് വീണ്ടും ഞാനത് തൂത്ത് മാറ്റിയിട്ട് നൈസായിട്ട് ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. ബാക്കിൽ നിന്ന് ഭയങ്കര ട്രോളിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് ചെയ്യാൻ, അതൊക്കെ മൈൻഡ് ചെയ്യാതെ വേണം നമ്മൾ വീഡിയോ എടുക്കാൻ. ഇങ്ങനെയൊക്കെയുള്ള മുതുക്കന്മാരുണ്ടെന്നുണ്ടെങ്കിൽ പലതും പറയും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ സിമ്പിളായിട്ടാണ് എപ്പോഴും ഞാൻ ഓഫീസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഗെറ്റ് റെഡി ആവുന്നത് കേട്ടോ. അല്ലാതെ ഭയങ്കര ഓവർ മേക്കപ്പ് ഒന്നും ഇടാറില്ല. അതുപോലെ ലിപ്സ്റ്റിക് ആണെങ്കിലും ഞാൻ ഒന്ന് ലൈറ്റ്
ലൈറ്റായിട്ട് മാക്സിമം ഇട്ടിട്ടുണ്ടോ വെച്ചിട്ടില്ല എന്നുള്ള ആ ഒരു ഇതിലേ ഇടുള്ളൂ. ബാക്കിൽ വന്ന് ഭയങ്കര ശല്യമായിരുന്നു കേട്ടോ, അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഈ വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ ബാക്കിൽ കൂടെ വന്ന് ഇങ്ങനെ ശല്യം പോലെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും അത് വലിയ മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യാനാ, അപ്പോൾ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ, ഡെയിലി നിങ്ങൾ സ്ട്രെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മുടിക്ക് നല്ലതല്ല. കുറേ കഴിയുമ്പോൾ മുടിയെല്ലാം കൂടെ കൊഴിഞ്ഞ് കയ്യിലിരിക്കും കേട്ടോ. പണ്ട് ഞാൻ ഭയങ്കര സ്റ്റൈലാക്കിയിട്ട് എപ്പോഴും മുടി ഇങ്ങനെ ചെയ്യുമായിരുന്നു. കൊഴിഞ്ഞ് കൊഴിഞ്ഞ് ഒരു എലിത്തോല് പോലെയൊക്കെ, എലിവാല് പോലെയൊക്കെ മുടി ആയപ്പോഴേക്കും പിന്നെ സങ്കടം വരാൻ തുടങ്ങിയത്. അപ്പം ഞാൻ കുറേ നാളായിട്ട് ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പം നമ്മൾ ഡെയിലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് സ്മൂത്തൺ ചെയ്യുന്നതായിരിക്കും നല്ലത്. വെള്ളയുടെ പ്രൊഡക്റ്റിൽ സ്മൂത്തൺ ചെയ്യുന്നതാണ് ബെറ്റർ കേട്ടോ. നമ്മൾ ലോറിയലൊക്കെ ആണെങ്കിൽ ഭയങ്കര കൊഴിച്ചിൽ വരും. അപ്പം അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ. ഡെയിലി ഡ്രൈ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാം ഫിനിഷ് ചെയ്ത് കേട്ടോ. ഇതൊരു വളയാണോ സ്ട്രാക്കാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ സുഡിയോന്ന് പർച്ചേസ് ചെയ്തത്, ഞാൻ അതിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ആയതുകൊണ്ട് തന്നെ ഗോൾഡൻ ഷെയ്ഡ് ഒന്നും കൂടെ അടിപൊളിയായിരിക്കും. അപ്പം ഞാൻ എൻ്റെ വാച്ചും കൂടെ കെട്ടിക്കൊടുത്ത് എൻ്റെ ഗെറ്റ് റെഡി എല്ലാം ഞാൻ ഫിനിഷ് ചെയ്തേക്കുകയാണ്. ഇന്നത്തെ ലുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ വേണം കമൻറ്റ് ചെയ്യാൻ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഗ്ലോ ആയിട്ട് നമുക്ക് ഒരുങ്ങാം. സിമ്പിളായിട്ട് കുറച്ച് പ്രൊഡക്റ്റ് കൊണ്ട് തന്നെ ഒരുങ്ങാം. ഈ സ്പ്രേ ഞാൻ കുവൈറ്റിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ. ഇതുവരെ തീർന്നിട്ടില്ല, കാരണം ഞാൻ മെല്ലെ കുറച്ച് അടിക്കാറുള്ളൂ. നല്ല സ്മെല്ലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും സബ്ബൊന്നും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ബൈ.